ഹായ് കുട്ടികളെ, ഇന്ന് ഹയറിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഗവൺമെൻറ് ഓർഡർ, സർക്കുലർ ഇതൊക്കെ ഡിസ്പ്ലേ ഇതൊക്കെയാണ് വന്നത്. അപ്പോൾ ഇന്നലെ സർക്കുലർ ഇടാമെന്ന് വെച്ചതാണ്, അത് പറ്റിയില്ല. അപ്പോൾ നാളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ സർക്കുലർ ഇതിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വയ്ക്കണം. ഗവൺമെൻറ് ഇതാകുമ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വയ്ക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ. സർക്കുലറാണേ, ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് 2 സ്പേസ്, 1.5 സ്പേസ് മതി. 1.5 സ്പേസ് കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വയ്ക്കണം. ഇതിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോഓർഡിനേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. കണ്ടോ, ഇത് വയ്ക്കണം. എന്നിട്ട് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്പർ വയ്ക്കുന്നത്. സർക്കുലർ നമ്പർ ഇതാടക്കണം, സർക്കുലർ നമ്പർ. എന്നിട്ട് ഡേറ്റഡ് കോമ, ഡി വലിയ അക്ഷരമായിരിക്കണം. ഡേറ്റഡ് കഴിഞ്ഞ് കോമ, ഡേറ്റഡ് കോമ, തിരുവനന്തപുരം പ്ലേസ്, തിരുവനന്തപുരം കോമ, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡേറ്റ് അടിക്കണം. ഓക്കെ, 3 ഡിസംബർ 1980 അടിക്കണം. ഇങ്ങനെയാണ് അത് സർക്കുലർ അടിക്കാനുള്ളത്. ആദ്യം ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് സർക്കുലർ നമ്പർ എന്ന് അടിച്ച് ഇതുവരെ അടിച്ചിട്ട് ഡേറ്റഡ് കോമ, തിരുവനന്തപുരം കോമ, ഡേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഡേറ്റും അടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് സർക്കുലർ എന്ന് അടിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ സർക്കുലർ എന്ന് അടിച്ച് അണ്ടർലൈൻ കൊടുക്കണം. സർക്കുലർ എന്ന് അടിച്ച് അണ്ടർലൈൻ കൊടുക്കണം. മധ്യത്തായിട്ട് ഡബിൾ സ്പേസ് കൊടുത്തിട്ട് സർക്കുലർ എന്ന് അടിച്ച് അണ്ടർലൈൻ കൊടുത്തിട്ട്, എന്നിട്ട് സബ്ജക്റ്റും റെഫറൻസ്, സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ്, റെഫറൻസ് ഉണ്ടെങ്കിൽ അതും അടിക്കണം. റെഫറൻസ് എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കണം. ഉണ്ടാന്ന് നോക്കി ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്കണ്ട. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കണ്ടൻറ്റ് അടിക്കാനുള്ള. കണ്ടൻറ്റ് അത്രയും അടിച്ചതിന് ശേഷം ഇവിടെ എന്താണോ വന്നിരിക്കുന്ന പേര് അല്ലേ, പേരല്ലേ വന്നിരിക്കുന്ന, പേരടിച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കേട്ടോ. ഇവിടെ സ്മാൾ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് 4 സ്പേസ് കഴിഞ്ഞിട്ട് സ്മാൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിൽ TK അജിതകുമാരി, എന്നിട്ട് സിംഗിൾ സ്പേസ് കൊടുത്തിട്ട് അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് അടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് 2 അടിക്കാനുള്ള. 2 അഡ്രസ്സ് ഇത് കണക്ക് താഴെ അടിക്കണം. 2 അഡ്രസ്സ് അടിച്ചിട്ട് ഇത്രേ ഉള്ളൂ. 2 അഡ്രസ്സ് അടിച്ച് ഇവിടെ അല്ല 2 അഡ്രസ്സ് മുകളിൽ ഫ്രം ടു അങ്ങനെ അടിക്കുന്നതല്ല. അപ്പോൾ താഴെ അറ്റത്താണ് 2 അഡ്രസ്സ് അടിക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? പിന്നെ വേറൊരു ഇതിലുള്ള സർക്കുലറുണ്ട്. അത് ഇന്നത്തെ ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനാണല്ലോ, അതുകൊണ്ട് പറയാം. അപ്പോൾ ഇന്നത്തെ സർക്കുലർ എന്ന് പറയുന്നതും ഗവൺമെൻറ് ഓഫ് കേരള എന്നല്ല കേട്ടോ. ഇത് ഒഫീഷ്യൽ ലെറ്റർ ആയിട്ടാണ്, അങ്ങനെയുള്ളൊരു ഫോർമാറ്റാണ്. ഗവൺമെൻറ് ഓഫ് കേരള എന്നടിക്കാതെ ഓഫീസ് ഓഫ് ദി വെച്ച് അടിക്കണം. ഓഫീസ് ഓഫ് ദി ഡയറക്ടറേറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി എന്നടിച്ചിട്ട് ഓഫീസ് ഓഫ് ദി വെച്ച് അടിക്കുമല്ലോ. ഓഫീസ് ഓഫ് ദി, എന്നിട്ട് ഡയറക്ടറേറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി എന്നടിച്ച് കോമ, തിരുവനന്തപുരം, അതങ്ങനെയാണ് അടിക്കേണ്ടത്. തിരുവനന്തപുരം കോമ, ഡേറ്റഡും അടിച്ചിട്ട് നേരെ നമ്പർ. അപ്പം നമ്പറിൻ്റെ നേരെ ഡേറ്റഡ് അടിക്കണം. ഇതങ്ങനെയാണ് ഒഫീഷ്യലായിട്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യലായിട്ട്. അങ്ങനെ അടിച്ചതിന് ശേഷം, നമ്പരും അടിച്ചതിന് ശേഷം സർക്കുലർ എന്ന് അടിക്കണം. ഓക്കെ, സർക്കുലർ എന്ന് അടിച്ചിട്ട് അണ്ടർലൈൻ കൊടുക്കണം. എന്നിട്ടാണ് സബ്ജക്റ്റും റെഫറൻസും അടിക്കേണ്ടത്. കണ്ടോ, സബ്ജക്റ്റ് റെഫറൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് കണ്ടൻറ്റ് അടിക്കാനുള്ള. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തിരിച്ച് മറിച്ചുമൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ.
തിരിച്ചൊക്കെയാണ്. ഇത് ആദ്യം കാണുമ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നുള്ള അന്തം വിട്ടൊന്നും ഇരിക്കേണ്ട. ഇതിലെല്ലാ കാര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യം ഇതിൻ്റെ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, സർക്കുലർ നമ്പർ കണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കുലർ നമ്പർ ഡേറ്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ഓഫ് ദി അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫീസ് ഓഫ് ദി ഡയറക്ടറേറ്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി എന്ന് ഈ സൈഡിൽ ഓഫീസ് ഓഫ് ദി വച്ചിട്ട് സിംഗിൾ സ്പേസിൽ തൊട്ട് താഴെയായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി എന്ന് വയ്ക്കണം. എന്നിട്ട് പ്ലേസ് തിരുവനന്തപുരം വയ്ക്കണം, ഡേറ്റഡും വയ്ക്കണം. അങ്ങനെയാണ് ഇത് വയ്ക്കാനുള്ള. എന്നിട്ട് അതിൻ്റെ നേരെ നമ്പരും വച്ചിട്ട് അതിന് ശേഷം സർക്കുലർ അടിച്ച് അണ്ടർലൈൻ കൊടുക്കണം. അണ്ടർലൈൻ കൊടുത്തതിന് ശേഷം സബ്ജക്റ്റ് ആൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, AHD, ആൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റേറ്റ് ബൈ ട്രാൻസ്ഫർ. അങ്ങനെ മൊത്തം അടിക്കണം. അത് കഴിഞ്ഞിട്ട് റെഫറൻസും അടിച്ചതിന് ശേഷമാണ് മറ്റേ കണ്ടൻറ്റ് അടിക്കുന്നത്. കണ്ടൻറ്റും അടിച്ച് 4 സ്പേസ് കൊടുത്തിട്ട് ഡോക്ടറെ ഗൗരിജൻ അയ്യേഴ്സ് ഡയറക്ടർ, സിംഗിൾ സ്പേസ് ഇട്ട് ഡയറക്ടർ. അത് കഴിഞ്ഞ് ടു അഡ്രസ്സും അടിക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ സർക്കുലർ. ഓക്കെ.